ഹലോ ഗായ്സ്, ഷൈമ റഫീഖിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. വളരെയധികം ടേസ്റ്റാണ്. നിങ്ങളിത് ഉറപ്പായും ട്രൈ ചെയ്യണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണിത്. ഈ ഫ്രൈഡ് റൈസ് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ ഈ ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രൈഡ് റൈസിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഈ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഞാൻ ഇത്രയും ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് എഗ്ഗ് ഇടാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 കോഴിമുട്ടയാണ്. 4 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഓയിൽ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഉപ്പാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പ് മുഴുവനായി ഞാൻ ഇട്ടിട്ടുണ്ട്. അടുത്തതായി ഞാൻ ഇടുന്നത് പെപ്പർ പൗഡറാണ്. ഏകദേശം 2 ടീസ്പൂൺ ഓർ 3 ടീസ്പൂൺ വരെ ഞാൻ പെപ്പർ പൗഡർ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായി ഇതേപോലെ ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കുക. ഇതേ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ മുട്ടയ്ക്ക് ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബീൻസ് അരിഞ്ഞതും അതേപോലെ ക്യാരറ്റും ക്യാബേജും അരിഞ്ഞെടുത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും മതിയാവുന്നതായിരിക്കും. ഇത് മുഴുവനും നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ക്യാരറ്റും ക്യാബേജും ബീൻസും അരിഞ്ഞു വെച്ചത് മുഴുവനായി ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊരു തവി വെച്ചിട്ട് നന്നായി ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു വേവാകുമ്പോൾ മതിയാവുന്നതായിരിക്കും. ഇനി നമുക്ക് സോസ് ഒഴിക്കാം. ആദ്യം തന്നെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഏകദേശം 2 ടീസ്പൂൺ വരെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചില്ലി സോസ് ഇടാം. ചില്ലി സോസ് ഏകദേശം 2 ടീസ്പൂൺ വരെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇടുന്ന സോസ് സോയാ സോസാണ്. സോയാ സോസും ഏകദേശം 2 ടീസ്പൂൺ വരെ ഇട്ടിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് തവി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇതേപോലെ ഇളക്കാം. ഇനി നമുക്ക് മസാലകൾ ഇടാം. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല കുറച്ചിടാം. ഏകദേശം 1 ടീസ്പൂൺ വരെ നമുക്കിടാം. അടുത്തതായി ഞാൻ എടുത്തിട്ടുള്ളത് 1, 2, 3 നൂഡിൽസ് മസാലയാണ്. അതും ഇട്ടിട്ടുണ്ട്. അതും ഏകദേശം 2 ടീസ്പൂൺ വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു തവി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മസാലകളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കാം. നന്നായി ഇതേപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഉള്ള മസാല തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് വേവിച്ചിട്ട് ഇടാം. അങ്ങനെ നമ്മുടെ മസാലയിൽ നിന്ന് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നമ്മൾ ഇട്ട ശേഷം റൈസ് നമ്മൾ വേവിച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് റൈസ് ഇട്ട ശേഷം തവി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. മസാല നല്ല വിധത്തിൽ റൈസിൽ പിടിക്കും വിധം. എന്നിട്ട് വീണ്ടും റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ റൈസ് മുഴുവനായിട്ട ശേഷം മസാലകൾ കുറച്ച് മാറ്റി വെച്ചത് അതിൻ്റെ മുകളിലേക്കായി നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് വീണ്ടും തവി വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യും. റൈസ് വേവിക്കുന്നതിൻ്റെ വീഡിയോ ഞാനിതിൽ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ള റൈസ് എന്ന് പറയുന്നത് തനിമ റൈസാണ്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നല്ല മിക്സ് ആയിട്ട് നമ്മുടെ മസാലകൾ മുഴുവനായി റൈസിൽ പിടിക്കും വിധം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്രൈഡ് റൈസിന് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റാണ്. എഗ് ഫ്രൈഡ് റൈസാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെയധികം സിമ്പിളായി തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ സ്വന്തം ഷൈമ റഫീഖ് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.